എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി പനീർ ബട്ടർ മസാലയാണ്. എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്, പ്രത്യേകിച്ച് കുട്ടികളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡിഷാണ് പനീർ ബട്ടർ മസാല. റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്കിത് വീട്ടിൽ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനൊരു വലിയ സവാള ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 4 തക്കാളി, വലിയ തക്കാളിയാണെങ്കിൽ ഒരു 4 തക്കാളി ചെറുതായി അരിഞ്ഞെടുക്കുക. ഒരു വഴനയില, 2-3 പീസ് പട്ട, ഒരു ഏലക്കായ, 3-4 ഗ്രാമ്പു, ഇഞ്ചി വെളുത്തുള്ളി അതൊരു 2-3 എടുക്കാം. ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 3 വെളുത്തുള്ളി എടുക്കാം. ഒരു വഴനയില. ഇത്രയും സാധനങ്ങൾ എടുത്തു വയ്ക്കാം. നമുക്കൊരു കടായി ചൂടാവുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കാം. പട്ട, ഗ്രാമ്പൂ, വഴനയില, ഒരു ഏലക്കായ ഇത്രയും ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. കൂടെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. സവാള ഒരുപാട് ബ്രൗൺ നിറമാവേണ്ട ആവശ്യമൊന്നുമില്ല. ഒരുവിധം വഴന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തക്കാളി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ വഴറ്റി കൊടുക്കാം. ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ ഒരുവിധം വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്കൊരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കാഷ്യൂ ചേർത്ത് കൊടുക്കാം. ഇത് തണുത്ത് കഴിയുമ്പോൾ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നമുക്കിത് നല്ലപോലെ അരച്ച് പേസ്റ്റ് ആക്കി എടുക്കണം. ഇനി നമുക്ക് പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ചുകൂടി ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു പകുതി സവാള ചെറുതായിട്ട് അരിഞ്ഞത്, പൊടിയായിട്ട് അരിഞ്ഞ സവാള നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഒരു വഴനയില കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ആ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം.
നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ട അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അടച്ചു വെച്ച് നമുക്ക് നന്നായി തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഗ്രേവി നല്ലപോലെ തിളച്ചു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം. ശേഷം നന്നായി ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു പാക്കറ്റ് പനീർ ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 200 ഗ്രാമോളം ഉണ്ടാവും ഇതിൽ. പനീർ ചേർത്തതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കിയെടുക്കാം. പനീറിന് അധികം വേവില്ലാത്തതുകൊണ്ട് ഒരുപാട് നേരം ഒന്നും തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ കറി ഒരുവിധം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു നുള്ള് ഗരം മസാല, ഒരു മണത്തിന് വേണ്ടിയിട്ടാണ്, ഒരു നുള്ളേ ആവശ്യമുള്ളൂ, അതുകൂടി ചേർത്ത് കൊടുക്കുക. അവസാനം നമുക്കൊരു ടീസ്പൂൺ ബട്ടർ കൂടി ചേർത്തതിന് ശേഷം നമുക്കിത് വാങ്ങി വയ്ക്കാം. റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെയാണ് അത് തയ്യാറാക്കിയിരിക്കുന്നത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും ഇതുണ്ടാക്കി നോക്കി കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടണേ. താങ്ക് യു.